10ാം ക്ലാസ് വിദ്യാർത്ഥിയടക്കം 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ കൊല്ലം കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിൽ ടിപ്പർ ഉടമ അക്ബറിനെയും കേസിൽ പ്രതി ചേർക്കും. ലോറി ഉടമയ്ക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് പോലീസ് പറഞ്ഞു. ഹെവി ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയത് അക്ബർ അറിഞ്ഞുകൊണ്ടാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ടിപ്പർ ലോറിയുടെ GPS പ്രവർത്തനക്ഷമമായിരുന്നില്ല. സ്പീഡ് ഗവർണറും ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. ഇത് ഗുരുതര വീഴ്ചയാണെന്ന് പോലീസ് പറഞ്ഞു. വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും പെർമിറ്റ് റദ്ദാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും MVD അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഉടമയെ പ്രതി ചേർക്കുക. ഇതിൽ ലോറി ഓടിച്ച ഡ്രൈവർക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ ശേഷം ഇയാൾ ആദ്യമായി കഴിഞ്ഞ ദിവസമാണ് വാഹനം ഓടിച്ചത്. സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നരഹത്യയ്ക്ക് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അശ്രദ്ധമായി വാഹനം ഓടിച്ച് മനുഷ്യജീവന് ആപത്തുണ്ടാക്കിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ തുടർ പരിശോധനയ്ക്ക് ശേഷം ഉൾപ്പെടുത്തും. മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും മേൽ നടപടികൾ സ്വീകരിക്കുക. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ 16 വർഷം പഴക്കമുള്ള വാഹനമാണ് അപകടമുണ്ടാക്കിയതെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഓവർലോഡുമായാണ് വാഹനം സഞ്ചരിച്ചത്. സ്കൂൾ വാഹനങ്ങളുടെ സമയവും ടിപ്പറുകളുടെ സമയവും പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. കാലാനുഗതമായ മാറ്റം ഉണ്ടാവണം. സമയക്രമവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല ഈ അപകടങ്ങൾക്ക് കാരണമെന്നും സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ ഇല്ലാത്തതുകൂടിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ഉടൻ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമായിരുന്നു നാടിന് നടക്കിയ അപകടം ഉണ്ടായത്. മണ്ണ് കയറ്റി വന്ന ലോറി ബസ് കാത്തു നിന്നവർക്കിടയിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയടക്കം 3 പേരാണ് മരണപ്പെട്ടിരുന്നത്. 2 റോഡുകൾ കൂടിയ കവലയിലാണ് സംഭവം. വളവിൽ ഓവർടേക്ക് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നായിരുന്നു വിലയിരുത്തൽ. വളവ് തിരിഞ്ഞെത്തിയ ടിപ്പർ എതിരെ വന്ന ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ടതാണെന്നും ലോറി അമിത വേഗതയിലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു.